അവളുടെ അപ്പൂൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മോള് ഡോക്ടറായി കാണണമെന്നുള്ളത്. അവൾ അത് കാണിച്ചു കൊടുത്തു. അപ്പം തുടക്കം തൊട്ടേ ഇവിടെ വന്ന് ജോയിൻ ചെയ്തപ്പോൾ തൊട്ട് എല്ലാം നമ്മുടെ അധ്യാപകരുടെയും കോർഡിനേറ്റേഴ്സിൻ്റെയും ക്ലാസ് ടീച്ചേഴ്സിൻ്റെ ഒക്കെ പ്രിയപ്പെട്ടവളായി മാറിയൊരു കുട്ടിയാണ്. പഠന കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം കാണിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു. എല്ലാ അധ്യാപകരും പ്രത്യേകം സബിഹയെ പറ്റി പറയുമായിരുന്നു. സബിഹ പഠന കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്ന ഒരു കുട്ടിയാണ്. സബിഹയുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകളെ ഡോക്ടറാക്കുക എന്നുള്ളത്. അപ്പോൾ ആ ആഗ്രഹം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഒരു ക്ലാസ് പോലും മിസ്സാക്കിയിട്ടില്ല, ഒരു പരീക്ഷ പോലും മിസ്സാക്കിയിട്ടില്ല. എല്ലാ പരീക്ഷയും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സുകളിൽ പോയി റാങ്ക് ലിസ്റ്റ് വായിക്കുമ്പോഴും ക്ലാസ്സിലെ കുട്ടികൾ ഇങ്ങോട്ട് തിരിച്ച് ഒന്നാം റാങ്ക് സബിഹയ്ക്ക് എന്ന് പറയുന്ന രീതിയിൽ തന്നെ മിക്കപ്പോഴും റാങ്ക് ലിസ്റ്റുകളിൽ ഒന്നാം റാങ്കിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്ന വളരെ മിടുക്കിയ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു സബിഹ. അച്ഛൻ്റെ ആഗ്രഹം 2 മക്കളും MBBS ആവണമെന്നായിരുന്നു. അതിൽ സബിഹ വളരെ അധ്വാനിച്ച് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ആ നേട്ടത്തിലേക്ക് എത്തി. സബിഹയുടെ അനിയത്തി സമറീൻ ഇത്തവണ തിരുവനന്തപുരം സെൻട്രൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. സമറീനെയും സബിഹയുടെ ഒപ്പം തന്നെ അതേ പാതയിൽ തന്നെ സഞ്ചരിക്കുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഹലോ, എൻ്റെ പേര് സബിഹ. ഞാൻ ബ്രില്യൻ സ്റ്റഡി സെൻ്ററിലെ റിപ്പീറ്റഡ് വിദ്യാർത്ഥിയായിരുന്നു. എനിക്ക് നീറ്റ് 2025 ഓൾ ഇന്ത്യ റാങ്ക് 213 കേരള റാങ്ക് 3 കിട്ടി. എനിക്ക് ഈ വിജയത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്ത ഒരു വിജയമല്ലായിരുന്നു ഇത്. എനിക്ക് ഈ വിജയത്തിന് സഹായിച്ച എല്ലാവരെയും ആദ്യമായി ഞാൻ താങ്ക് യു പറയുന്നു. ഞാൻ ബ്രില്യൻറ്റിൽ ചേരുന്നതിനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനാണ്. ഞാൻ അച്ഛൻ അബ്ബു എന്നാണ് വിളിക്കുന്നത്. സോ അബ്ബു ആയിരുന്നു എൻ്റെ ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്യുന്നതിനും ഇത്രയും നല്ല വിജയം കൈവരിക്കുന്നതിനും എനിക്ക് ഏറ്റവും വലിയ റോൾ മോഡലായി മാറിയത്. അബ്ബുവിൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ ചെറുതായിരുന്നപ്പോൾ മുതലേ ഞാൻ ഡോക്ടർ ആവണമെന്ന്. അബ്ബു എപ്പോഴും ഇമാജിൻ ചെയ്ത് പറയുന്ന സംഭവങ്ങളാണ്. സോ അബ്ബു ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം. അബ്ബു കഴിഞ്ഞ വർഷമാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ പ്രാവശ്യം ജൂൺ മുതൽ നവംബർ വരെ അബ്ബുവിൻ്റെ ഓരോ സപ്പോർട്ടും എനിക്ക് കിട്ടിയിരുന്നു. എൻ്റെ പാരൻസ് എൻ്റെ വിജയത്തിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അനിയത്തി സംബ്രീൻ ബായ് ഈ വർഷത്തെ നീറ്റ് 2026 റിപ്പീറ്റഡ് വിദ്യാർത്ഥിയാണ്. അനിയത്തിയുടെയും സപ്പോർട്ട് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബ്രില്യൻ പാലയുടെ വലിയൊരു സപ്പോർട്ടാണ് എനിക്ക് ഈ വർഷം കിട്ടിയത്. ഞാൻ ജോയിൻ ചെയ്ത ജൂൺ മുതൽ തന്നെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ക്ലാസ് ടീച്ചർ നവീൻ സർ ആയിരുന്നു. ആ നവീൻ സർ ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് മോട്ടിവേഷനും അങ്ങനെ ഒരുപാട് അല്ലാതെ എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഒരുപാട് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു റാങ്കിന് ഏറ്റവും വലിയ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ് ടീച്ചർ നവീൻ സറാണ്. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം സാറിലെ കോർഡിനേറ്റേഴ്സ് പ്രശാന്ത് സാറും ജുബിൻ സാറും എപ്പോഴും നല്ല സപ്പോർട്ടായിരുന്നു. എല്ലാ വീക്സിലും എക്സാമിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും ക്ലാസ്സിൽ വന്നിട്ട് നമുക്ക് നല്ല മോട്ടിവേഷനൊക്കെ തരുമായിരുന്നു. സോ അതൊക്കെ വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു എനിക്ക് ഈ വിജയത്തിൽ എത്തുന്നതിന്. പിന്നെ നമ്മുടെ ഡയറക്ടർ സെബാസ്റ്റ്യൻ സാറ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ക്ലാസ്സിലൊക്കെ വന്ന് നമുക്ക് മോട്ടിവേഷനൊക്കെ തരുമായിരുന്നു. സോ അതൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ബ്രില്യൻ ട്രിവാൻഡ്രം സെൻറ്ററിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. നല്ല വിശാലമായ ക്യാമ്പസാണ്. നമുക്ക് ലൈബ്രറിയൊക്കെ നല്ലൊരു ലൈബ്രറിയാണ്. എല്ലാ ടൈപ്പ് ബുക്സും അവിടെ ഉണ്ട്. പിന്നെ റെഫറൻസ് ഫെസിലിറ്റി എല്ലാം ഞാൻ ഒരുപാട് ഉപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു. ലാസ്റ്റ് ഒരു 3 months എല്ലാം ഞാൻ റെഫറൻസ് ഒരുപാടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ഈ വിജയം കൈവരിക്കാൻ പറ്റിയതിന് ഏറ്റവും വലിയ റീസൺ ആ റെഫറൻസ് ഫെസിലിറ്റി തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ക്ലാസ് ടീച്ചേഴ്സും കോർഡിനേറ്റേഴ്സും മെൻറ്റേഴ്സും എല്ലാം എപ്പോഴും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഈ ഒരു റാങ്കിലും മാർക്കിലും എത്തി നിൽക്കാൻ പറ്റിയത്. അവർക്ക് ആദ്യമായി ഒരു വലിയ താങ്ക് യു പറയുന്നുണ്ട്. സബിഹ മോളെന്ന രീതിയിൽ ഒരുപാട് അഭിമാനമുണ്ട്. അവളുടെ അബ്ബുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മോള് ഡോക്ടറായി കാണണമെന്നുള്ളത്. അവൾ അത് കാണിച്ചു കൊടുത്തു. അത് നല്ല റാങ്ക് തന്നെ വാങ്ങിച്ച് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ ഇപ്പോൾ നടക്കുന്നതൊക്കെ പണ്ട് അവരുടെ അബ്ബു, എൻ്റെ ഹസ്ബൻഡ് ഇമാജിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അവൾക്ക് നല്ല റാങ്ക് കിട്ടുമെന്നും ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യാൻ ആൾക്കാർ വരുമെന്നും ഒക്കെ അവരുടെ അബ്ബു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവൾ അങ്ങനെ ചെയ്ത് കാണിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സബീഹയ്ക്ക് സ്റ്റേറ്റിൽ 3ാം റാങ്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ചെറുതിലെ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന കുട്ടിയായിരുന്നു സബീഹ. സബീഹയുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മകളെ ഡോക്ടറാക്കുക എന്നുള്ളത്. അപ്പോൾ ആ ആഗ്രഹം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ ദൈവാനുഗ്രഹവും സബീഹയുടെ
പ്രയത്നവും കൊണ്ട് ആഗ്രഹം പൂർത്തിയായി. അതിൽ വളരെ സന്തോഷമുണ്ട്. നല്ല ക്ലാസ്സുകളും ടെസ്റ്റ് പേപ്പറും ഒക്കെ കുട്ടിയുടെ പഠനത്തിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ക്ലാസ് അധ്യാപകരും ഇവിടുത്തെ കോർഡിനേറ്റർമാരും സബീഹയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുകയും വളരെ പ്രോത്സാഹനം നൽകുകയും ചെയ്തു. പിന്നെ ഇവിടെ വന്നിരുന്ന് പഠിക്കാനുള്ള റെഫറൻസ് ഫെസിലിറ്റിയും ശരിക്കും യൂസ് ചെയ്തിട്ടുണ്ട് സബീഹ. ഈ ബ്രില്യൻ കോളേജിലെ പഠനം കൊണ്ട് നല്ല രീതിയിൽ നല്ല മാർക്ക് വാങ്ങിച്ച് ജയിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ പാലായെയും ബ്രില്യൻ്റ് ട്രിവാൻഡ്രം സെൻറ്ററിനെ സംബന്ധിച്ച് വളരെ അഭിമാനവും സന്തോഷമൊക്കെ ഉള്ളൊരു സമയമാണ്. കേരളത്തിൻ്റെ അഭിമാനമായ ഒരു കുട്ടിയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടിരിക്കുന്നത്. സബീഹ ഭായ് നമ്മുടെ ബ്രില്യൻ്റ് ട്രിവാൻഡ്രം സെൻറ്ററിൻ്റെ സ്വന്തം സ്റ്റുഡൻ്റ് ആയിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 213 കരസ്ഥമാക്കാൻ സാധിച്ചു. കേരളത്തിൽ 3ാം റാങ്കാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു സന്തോഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം തുടക്കം തൊട്ടേ ഇവിടെ വന്ന് ജോയിൻ ചെയ്തപ്പോൾ തൊട്ട് എല്ലാം നമ്മുടെ അധ്യാപകരുടെയും കോർഡിനേറ്റേഴ്സിൻ്റെയും ക്ലാസ് ടീച്ചേഴ്സിൻ്റെ ഒക്കെ പ്രിയപ്പെട്ടവളായി മാറിയ ഒരു കുട്ടിയാണ്. സബീഹയെ പറ്റി പറയുമ്പോൾ ക്ലാസ്സിൽ ആദ്യം മുതൽ തന്നെ പഠന കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം കാണിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു. എല്ലാ അധ്യാപകരും പ്രത്യേകം സബീഹയെ പറ്റി പറയുമായിരുന്നു. സബീഹ പഠന കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്ന ഒരു കുട്ടിയാണ്. അക്കാഡമിക്സിനാണ് കുട്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത്. പലപ്പോഴും റാങ്ക് ലിസ്റ്റുകളൊക്കെ ജനറേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ക്ലാസ്സുകളിൽ പോയി റാങ്ക് ലിസ്റ്റ് വായിക്കുമ്പോഴും ക്ലാസ്സിലെ കുട്ടികൾ ഇങ്ങോട്ട് തിരിച്ച് 1ാം റാങ്ക് സബീഹയ്ക്ക് എന്ന് പറയുന്ന രീതിയിൽ തന്നെ മിക്കപ്പോഴും റാങ്ക് ലിസ്റ്റുകളിൽ 1ാം റാങ്കിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്ന വളരെ മിടുക്കിയ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു സബീഹ. പല പ്രതിസന്ധികളെയും അതിജീവിച്ച് ജീവിതത്തിൽ നേരിട്ട പല പ്രശ്നങ്ങളെയും അതിജീവിച്ച് ഏറ്റവും അധികം ആഗ്രഹത്തോടെ ഏറ്റവും അധികം താല്പര്യത്തോടെ നമ്മൾ പഠിച്ചു. അച്ഛൻ്റെ ആഗ്രഹം 2 മക്കളും MBBS ആവണമെന്നായിരുന്നു. അതിൽ സബീഹ വളരെ അധ്വാനിച്ച് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ആ നേട്ടത്തിലേക്ക് എത്തി. സബീഹയുടെ അനിയത്തി സമറീൻ ഇത്തവണ തിരുവനന്തപുരം സെൻട്രൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. സമറീനെയും സബീഹയുടെ ഒപ്പം തന്നെ അതേ പാതയിൽ തന്നെ സഞ്ചരിക്കുമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം, തുടക്കം മുതലേ സബീഹ ഭായ് ബ്രില്യൻറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളും അതിൻ്റെ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. നമുക്ക് റെഫറൻസ് സൗകര്യങ്ങളുണ്ട്, ലൈബ്രറി ഫെസിലിറ്റീസ് ഉണ്ട്, സാറന്മാരുടെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്, പരീക്ഷകളുണ്ട്. ഇതെല്ലാ സംവിധാനങ്ങളും ബ്രില്യൻ്റ് പാലായുടെ എല്ലാ സംവിധാനങ്ങളും കൃത്യമായി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം. പരീക്ഷകളാണെങ്കിൽ പോലും മോഡൽ എക്സാമിൻ്റെ സമയത്തൊക്കെ ഒരു പരീക്ഷ പോലും മിസ്സാക്കിയിട്ടില്ല. കുട്ടി ഡേ സ്കോളറായിരുന്നു, പോയി വരുന്ന കുട്ടിയാണ്, വീട്ടിൽ പോയി വരുന്ന കുട്ടിയാണ്. അപ്പോൾ മഴയാണെങ്കിലും വെയിലാണെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഒരു ക്ലാസ് പോലും മിസ്സാക്കിയിട്ടില്ല, ഒരു പരീക്ഷ പോലും മിസ്സാക്കിയിട്ടില്ല. എല്ലാ പരീക്ഷയും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുപോലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാമുകളെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കുട്ടി കൂടിയായിരുന്നു. നമ്മളെപ്പോഴും എക്സാമുകളുടെ ഡിഫിക്കൽറ്റി എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ എക്സാം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ എനിക്ക് എപ്പോഴും പാടുള്ള എക്സാമുകൾ എഴുതാനാണ് താല്പര്യം എന്നാണ് സബീഹ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു പരിശീലനം, അങ്ങനെ ബുദ്ധിമുട്ടുള്ള എക്സാമുകൾ എഴുതിയുള്ള ഒരു പരിശീലനം അല്ലെ, ബ്രില്യൻ്റ് മോഡൽ എക്സാമുകളുടെയൊക്കെ ഒരു രീതി, അത് കുട്ടിയെ നമ്മുടെ നീറ്റ് എക്സാമിന് വളരെയധികം സഹായിച്ചു എന്നാണ് കുട്ടി തന്നെ പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ നോക്കുമ്പോൾ ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം. സാറ് സൂചിപ്പിച്ച പോലെ വളരെയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നു ഈ അക്കാഡമിക് ഇയറിൽ. അതൊന്നും ബാധിക്കാതെ എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലാണ് കുട്ടി ഈ അക്കാഡമിക് ഇയർ പഠിച്ചു തിരക്കുകയും നമ്മുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയും അവസാനം ഏറ്റവും നല്ല ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. അതിനെല്ലാവരും വളരെയധികം അഭിമാനം കൊണ്ടു നിൽക്കുന്ന ഒരു സമയമാണ്. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉയരെയായി അവൾ ആ സ്വപ്നം നേടിയെടുത്തു. ഇനിയും ഇതിനേക്കാൾ ഉയരങ്ങളിലേക്ക് എത്താൻ ദൈവം കുട്ടിയെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളും അങ്ങനെ തന്നെയാണ്. ബ്രില്യൻ്റ് ഫാമിലിയുടെ ഭാഗമായി കഴിഞ്ഞാൽ അവരോടൊപ്പം നമ്മളെല്ലാവരും എല്ലാ കാലത്തേക്കും ഉണ്ടാകും. ഇതൊരു കോഴ്സ് ടൈമിൽ മാത്രമുള്ളൊരു ബന്ധമല്ല. കുട്ടിയുടെ വരും ജീവിതത്തിൽ, ഭാവിയിലെ കരിയറിലൊക്കെ ബ്രില്യൻ്റ് ഫാമിലി അവരുടെ കൂടെ ഉണ്ടാകും എന്നുകൂടി അറിയിക്കുകയാണ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.